16-ാമത്തെ വയസ്സ് മുതൽ 90 വയസ്സ് കഴിയുന്നത് വരെ വിത്ർ 11 നിസ്കാരം എല്ലാ ദിവസവും നിർവഹിച്ച അഭിവന്യരായ താജുൽ ഉലമയുടെ ടവറാണ് നമ്മൾ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ വിത്ർ റമദാന്റെ സ്പെഷ്യൽ ഇബാദത്തല്ല. നമുക്ക് വിത്റുണ്ടോ? എല്ലാ റമദാനിലും 22 ഖത്ം ഓതി തീർക്കുന്ന ആളാ മഹാനായ ഖുറാ തങ്ങൾ ഉപ്പാപ്പ. അബൂ ഹനീഫ തങ്ങളുടെ കാലക്കാരനല്ല, ഇബ്നു ഹജർ തങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ല. 1-ാം ആണ്ട് ആചരിക്കുന്ന അല്ലെങ്കിൽ നമുക്കിടയിലൂടെ ജീവിച്ച ഒരു നേതാവിന്റെ കഥ. ജദ്ദിദി സഫീന ഫഇന്നൽ ബഹ്റ അമീഖ്. മോനെ അബൂദർറെ, കപ്പൽ പുതുക്കിക്കൊണ്ടിരിക്കണം. കടൽ ആഴമുള്ളതാണ്. പൊട്ടിയതും പൊളിഞ്ഞതുമായ കപ്പലിലാണ് നീ യാത്ര ചെയ്യണമെങ്കിൽ കുടുങ്ങോട്ടോ. ഇറങ്ങേണ്ടത് കടലിലാണ്, അതും ചെറിയ കടലല്ല. ഫഇന്നൽ ബഹ്റ അമീഖ്, ആഴമുള്ള കടലാണ്. ആദ്യം എവിടുന്നാണ് അതിനെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് പിടുത്തമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപാരമായ സർഗാത്മകമായ ആവിഷ്കാരമാണ് ഈ ഹദീസിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. കപ്പൽ, ആഴം, കടൽ എന്നീ 3 പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? നേരെ കപ്പലല്ല, കടലല്ല, അതിൻ്റെ ആഴവും അല്ല. പിന്നെന്താണ് താല്പര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരണത്തിന് അപാരമായ മികവാണ്. ഒരു വാക്ക് തന്നെ പറയുമ്പോൾ അതിന് ആയിരക്കണക്കിന് അർത്ഥങ്ങൾ ഉണ്ടാവും. ആശയങ്ങളുടെ ഗർഭം ധരിക്കാൻ മാത്രം അവിടുത്തെ അക്ഷരങ്ങൾക്ക് മികവുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലാസ്സിൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും സ്വഹാബത്തിനോട്, എന്നിട്ടൊരു വിഷയം പഠിപ്പിച്ചു കൊടുക്കും. ചിലപ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഉത്തരങ്ങൾ പറയും. ചിലപ്പോൾ തങ്ങളുടെ ഉത്തരം വ്യത്യസ്തമായിരിക്കും. അയ്യുൽ അമാലിൽ അഫ്ളലി യാ റസൂലുള്ളാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മ ഏതാ? ഒരു തവണ പറയുന്ന ഉത്തരമായിരിക്കുമല്ലോ വേറൊരു തവണ. 3-ാമത്തെ തവണ പറയുന്നതിൻ്റെ ഉത്തരം വളരെ എൻറ്റയർലി ഡിഫറൻറ്റഡ് ആയിരിക്കും. എന്താ കാരണം? ഓഡിയൻസിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഏതാണ്? അയാൾ നിസ്കാരം ഓക്കെയാണ്, അയാൾ മറ്റു സുഹൃതങ്ങൾ ഓക്കെയാണ്. അപ്പോൾ അയാളോട് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം പറയണത് ബിർറുൽ വാലിദൈൻ, ഉപ്പാനുമാനി പരിഗണിക്കണം എന്നതായിരിക്കും. ഇനി ചോദ്യകർത്താവ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ നോക്കുന്നിടത്തും മറ്റൊക്കെ ഓക്കെയാണ്, പക്ഷേ നിസ്കാര അവ്വൽ വക്തിൽ ക്ലിയർ അല്ലെങ്കിൽ തിരുത്തി കൊടുക്കും. ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു ലി അവ്വലി വക്തിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ മെത്തഡോളജി നോക്കിയേ, ചിലപ്പോൾ തങ്ങൾ വിശദീകരിക്കുന്ന മോഡൽ തന്നെ വളരെ വ്യത്യസ്ത തരത്തിലായിരിക്കും. തങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഉത്തരം തന്നെയായിരിക്കും. പക്ഷേ തങ്ങളുടെ ചോദ്യത്തിൻ്റെ താല്പര്യം ആ ഉത്തരം ആയിരിക്കില്ല. എന്നിട്ട് എല്ലാവരും വിചാരിക്കുന്ന ഉത്തരം പറയലോടുകൂടി എല്ലാവരും കരുതും ഉത്തരമായിട്ടുണ്ട്. ഉടനെ തങ്ങൾ പറയും അതല്ല ഉത്തരം എന്ന്. അപ്പോൾ അറ്റ്മോസ്ഫിയർ, ആംബിയൻസ്, ജിജ്ഞാസയുടെ ആംബിയൻസ് ആയി മാറും. ഏതായിരിക്കും പിന്നെ ഉത്തരം? പിന്നെ ഏതാ ഉത്തരം? ഉദാഹരണം മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായവൻ? അപ്പൊ സ്വാഭാവികമായിട്ട് സഹാബത്ത് പറഞ്ഞു ദിർഹം, ദീനാറ്, പൈസ ഒന്നും ഇല്ലാത്ത ആളാണ്. നോ. പിന്നെ ആരാ നബിയെ പാപ്പറായവൻ? ദീനാറും ദിർഹമും ഇല്ലാത്ത ആളല്ലേ പാപ്പറായവൻ? അല്ല. പിന്നെ ആഖിറത്തിലെത്തിയിട്ട് ഹജ്ജും നോമ്പും നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷേ കുറേ ആളെ ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിയല്ലേ, ശരിക്കും പാപ്പറായവനല്ലേ. കണ്ടോ തങ്ങളുടെ ഒരു അവതരണത്തിൻ്റെ ഒരു മികവുണ്ട്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുന്ന കോലം നോക്കണേ. നിങ്ങളുടെ വീടിൻ്റെ അരികിലൂടെ ഒരു അരുവി ഒഴുകുന്നു. ആ കുളത്തിൽ നിന്ന്, ആ തടാകത്തിൽ നിന്ന്, ആ അരുവിയിൽ നിന്ന് നിങ്ങൾ ഡെയിലി കുളിക്കുന്നു. ഡെയിലി 1 അല്ല 2 അല്ല 3 അല്ല 5 തവണ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാവോ? തങ്ങൾക്ക് 5 വക്ത നിസ്കാരം പറയലാണ് താല്പര്യം. അങ്ങനെ നേരെ പറഞ്ഞാൽ പോരാ. ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തിയാവണമെങ്കിൽ നേരെ പറഞ്ഞാൽ പോരാ. 5 വക്ത നിസ്കാരം അത്രമാത്രം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുമെന്ന് പറയാൻ വേണ്ടി
തങ്ങൾ അവിടെ നടത്തുന്ന അപാരമായ ഒരു പ്രയോഗം നോക്കിയേ. സ്വഹാബത്തിനെ ബ്രെയിൻ സ്റ്റോമിങ് നടത്തി വിഷ്വലൈസേഷനിലേക്ക് എത്തിച്ചിട്ടാണ് തങ്ങളുടെ ഒരു അവതരണം. അതാ അതിന്റെ വേറൊരു പതിപ്പിലേക്കാണ് ഇപ്പം പോണത്. ഒന്ന് പറയാ, ജദ്ദിദി സഫീന, മോനെ അബൂദർറെ കപ്പൽ പുതുക്കണം, റീന്യൂ ചെയ്യണം. ഫഇന്നൽ ബഹ്റ അമീഖ്, കപ്പൽ പുതുക്കണം എന്ന് പറയാൻ കാരണം കടൽ ആഴമുള്ളതാണ്. കരയിലൂടെയുള്ള യാത്ര, കടലിലൂടെയുള്ള യാത്ര. കരയിലൂടെയുള്ള യാത്രയിൽ വല്ല അപകടവും പറ്റിയാൽ ലോഡ്ജ് എടുത്തിട്ട് അവിടെ താമസിച്ചിട്ട് പിറ്റേത്തെ ട്രെയിനോ വണ്ടിക്കോ പോന്നാൽ മതി, അല്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് കൈ നീട്ടിയാൽ മതി. ആഴമുള്ള കടലിൽ പകുതിക്കുന്ന വീണ് പൊട്ടിപ്പോയാൽ പിന്നെ രക്ഷയില്ല, വേറെ വഴിയില്ല. തങ്ങൾ പറയുന്നത് കടൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. കടൽ പലതരത്തിലും ഉണ്ടാവും, ബംഗാൾ ഉൾക്കടൽ, പസഫിക്, എല്ലാ തരത്തിലും ഉണ്ടാവും. കടൽ യാത്ര രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് ഊളയിട്ട് താഴേക്കിറങ്ങി മുത്തുകൾ പരത്തിയെടുക്കാനുള്ള കടൽ സഞ്ചാരം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് ലക്ഷ്യം കാണാനുള്ള യാത്രയാണ്. എത്ര ആഴമുണ്ട്, എത്ര പരപ്പുണ്ട്, എത്ര വീതിയുണ്ട് എന്നല്ല, അക്കരെ എത്താനുള്ള യാത്രയാണ്. അക്കരെ എത്തണമെങ്കിൽ ആഴമുള്ള കടലിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, കപ്പൽ പൊട്ടിയതും പൊളിഞ്ഞതും ആവരുത്. എന്താണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം? സാഹിത്യ പ്രയോഗങ്ങളും ഇസ്തിആറത്തും മെറ്റഫറൊക്കെ അവിടെ കട്ടെ, ഇതിന്റെ ആശയവും കാമ്പും കാതലും എന്താണ്? ജദ്ദിദിൽ അമല, ജദ്ദിദിൽ ഈമാന, ജദ്ദിദി തൗഹീദ. കുറെ ആശയങ്ങളുണ്ട്. രണ്ട് മൂന്നെണ്ണം നമുക്കൊന്ന് വിശദീകരിച്ചു നോക്കാം. മോനെ, അത്യാവശ്യം അമലുണ്ടാവണം കേട്ടോ കയ്യിൽ. ഫഇന്നൽ ബഹ്റ അമീഖ്, ഖിയാമത്ത് നാളിലേക്ക് പോകുമ്പോ കുറെ കടമ്പകളൊക്കെ കടക്കാനുണ്ട്. ഉടായ്പ ഉണ്ടോന്നും അങ്ങോട്ടൊന്നും കഴിച്ചിലാവില്ല. ചെറിയ നന്മ അടക്കം അവിടെ തൂങ്ങും, ഖനം തൂങ്ങും. അതുകൊണ്ട് അക്സിരിൽ അമല, മോനെ അമല് വർദ്ധിപ്പിക്കണേ, അമല് വർദ്ധിപ്പിക്കണേ. ഫഇന്നൽ ബഹ്റ അമീഖ്, ആഴമുള്ള കടലാണെന്ന് പറഞ്ഞാൽ കുറേ സഞ്ചരിക്കാനുള്ളതാണ്. അത്യാവശ്യം അമലുകൾ കയ്യിൽ ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ അമലുകൾ ഉണ്ടാവണം. പതിനാറാമത്തെ വയസ്സ് മുതൽ 90 വയസ്സ് കഴിയുന്നത് വരെ വിത്ർ 11 നിസ്കാരം എല്ലാ ദിവസവും നിർവഹിച്ച അഭിവന്യരായ താജുൽ ഉലമയുടെ ടവറാണ് നമ്മൾ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ വിത്ർ റമദാന്റെ സ്പെഷ്യൽ ഇബാദത്തല്ല. നമുക്ക് വിത്റുണ്ടോ? എല്ലാ റമദാനിലും 22 ഖത്ം ഓതി തീർക്കുന്ന ആളാ മഹാനായ ഖുറാ തങ്ങൾ ഉപ്പാപ്പ. അബൂ ഹനീഫ തങ്ങളുടെ കാലക്കാരനല്ല, ഇബ്നു ഹജർ തങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ല. ഒന്നാം ആണ്ട് ആചരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കിടയിലൂടെ ജീവിച്ച ഒരു നേതാവിന്റെ കഥ. തങ്ങളുപ്പാപ്പ എന്നെ പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ വലിയ പണിയുള്ള കാര്യമാണ്. വിഷയം വിചാരിച്ച് അങ്ങോട്ട് ഓതാൻ കഴിയുമല്ലോ. ഒരു റമദാനിൽ ഞാൻ 27 ഖത്ം ഓതി തീർത്തിട്ടുണ്ട്. ഉണ്ടോ കൂട്ടുകാരെ? നമുക്ക് അമല്, ഈ മണ്ടിപ്പായുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അമലുകൾ ഉണ്ടാവണം. മോനെ, ആഴമുള്ള കടലാണ്. യാത്ര ചെയ്യുമ്പോൾ നിന്റെ കയ്യിൽ അമലില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. ഇക്കുറി ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ SSFന് വേണ്ടിയിട്ട്. ഒരു ഖത്മെങ്കിലും റമദാനിൽ ഓതി തീർക്കണം എന്ന അർത്ഥത്തിൽ SSFന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. റമദാന്റെ ലാസ്റ്റ് ഇനി ഒരു 3-2 ദിവസം ബാക്കിയുണ്ടാവുമ്പോൾ മീറ്റിങ്ങിന് ഓഫീസിൽ പോയപ്പോഴാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. വീഡിയോ ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിച്ച കണ്ടന്റ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമദാനിൽ പകലിൽ 1 രാത്രി 1 എന്ന അർത്ഥത്തിൽ 30 ദിവസം കൊണ്ട് 60 ഖത്ം ഓതി തീർക്കാറുണ്ട്. ആ ഷാഫി ഇമാമിൻ്റെ അനുയായികളായ നമുക്ക് ഒരു ഖത്മെങ്കിലും ഓതി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടമല്ലേ എന്ന ആശയമായിരുന്നു അതിൽ ടോട്ടലി ഉള്ളത്. വീഡിയോ ചെയ്ത് വീട്ടിലെത്തി, നോമ്പൊക്കെ തുറന്ന് തറാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഒരു വോയിസ് വന്നു. പരിചയക്കാരൻ തന്നെ. അയാൾ അയച്ച വോയിസ് എന്താ പറയുക? നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, ഒരു ഖത്മെങ്കിലും ഓതി തീർക്കണം എന്ന് പറയണത്. എന്നിട്ട് എനിക്കും മൂപ്പരിക്കും അറിയുന്ന ഒരാളെ പരിചയപ്പെടുത്തി. അവരുടെ വാപ്പ, നാടനായ ഒരു മനുഷ്യൻ, എന്ന് പറഞ്ഞ പച്ച നാടൻ, ഒരു ഉസ്താദോ തങ്ങളോ അങ്ങനെയൊന്നും അല്ല. കെട്ടെടുക്കലാണ് മൂപ്പരെ ചുമതല എന്ന് പറഞ്ഞ ഡ്യൂട്ടി, ജോലി, പോർട്ടർ, ചുമട്ട് തൊഴിലാളി. അരി, പയറ്, മൈദ
അല്ലെങ്കിൽ വേറെന്തെങ്കിലും പിണ്ണാക്ക്, ഇത്തരം സാധനങ്ങളൊക്കെ എടുത്ത് നടക്കുക. ലോറിയിൽ നിന്ന് ഷോപ്പിലേക്ക്, ഷോപ്പിൽ നിന്ന് ലോറിയിലേക്ക്, ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ നിന്ന് വണ്ടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇതന്നെ മൂപ്പരെ പണി. മൂപ്പരെ ബദരീങ്ങൾക്ക് ഖത്ത് മോദി തീർത്താളാണ്. ആദ്യ കേൾവിയിൽ നമുക്ക് എല്ലാവർക്കും തോന്നൽ ഒരു ഖത്ത് മോദിയിട്ട് ബദരീങ്ങൾക്ക് ഹദ് ചെയ്തു എന്നാണ്. അല്ലല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള ഓരോ ആൾക്കും ഒരു ഖത്ത് മോദിയിട്ട് റസൂലുള്ളാഹിക്ക് ആദ്യം വിട്ടു. അടുത്തത് സിദ്ദീഖങ്ങൾക്ക്, ദൻ ഉമർ റളിയല്ലാഹുവിന്, ദൻ ഉസ്മാൻ റളിയല്ലാഹുവിന്, ഇങ്ങനെ 300 ചില്ലാനം ബദരീങ്ങൾക്ക്. ഈ പച്ച നാടൻ മനുഷ്യനെ പയറും അരിയും മൈദപ്പൊടിയും പിണ്ണാക്കും ഈ അരിയൊക്കെ എടുത്തിട്ട് നടന്ന് ഈ മനുഷ്യൻ്റെ മഹ്ശറിലേക്കുള്ള യാത്രനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഈ ബദരീങ്ങൾ പൊതിയൂല ഈ മനുഷ്യനെ. നമുക്കൊക്കെ എന്താ ഉള്ള മനുഷ്യന്മാരെ, എന്തപ്പ ഉള്ളത്? റമദാൻ കഴിഞ്ഞിട്ട് നമ്മളും ഖുർആനും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ നേതൃത്വത്തിന് ഈ കുഷ്യൻ കസേലയിൽ ഇരുന്നിട്ട് ഈ സ്റ്റേജിൽ നിന്ന് കാണുന്ന കണ്ണട മാറ്റി വെച്ചിട്ട് ഈ മഹാന്മാരുടെയൊക്കെ ഇബാദത്ത് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയേ, ഞെട്ടിപ്പോകും. അവരുടെയൊക്കെ ഇബാദത്ത് ഉണ്ടായി. സയ്യിദ് അലി ബാഫി തങ്ങളുടെ ഒക്കെ ഖുർആനോത്ത് ഒന്ന് പഠിച്ചു നോക്കിയേ. നമുക്കെന്താ ഇബാദത്ത് കാര്യമായിട്ടുള്ളത്? ജദ്ദിദി സഫീന, ഓട്ടയുള്ള കപ്പലൊന്നും എടുത്ത് പോകരുത് കേട്ടോ. ഓട്ടമുള്ള കപ്പൽ ഫർളൊന്ന് നിസ്കരിച്ചിട്ട് ഒരൊറ്റ ഓട്ടത്തോടുള്ള ഓട്ടയില്ലേ, അതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് കപ്പലിലൊക്കെ ഒന്ന് പുതുക്കണം, റീന്യൂ ചെയ്യണം. ഫൈനൽ ബഹ്റ അമീഖ്, കടൽ ആഴമുണ്ട്. ആഴമുള്ള കടലിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടതെന്ന ബോധം നമുക്കുണ്ടാവണം. ഐ അക്സിർ മിനൽ അഅ്മാലി സ്വാലിഹ മാ ദുംത ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയ. മോനെ, നീ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്കാരത്തിൽ തന്നെ എത്ര സുന്നത്തെടുക്കുക. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദിലൊക്കെ ഒരു 11 തസ്ബീഹ് അല്ലാൻ ആരുടെയെങ്കിലൊക്കെ പെർമിഷനും അറ്റസ്റ്റ്മെൻറ്റും വേണം. അങ്ങോട്ട് ചൊല്ലിയേക്കുന്നല്ലാതെ ആരും കാണാത്ത ദിവസം ഇടക്ക് താജുൽ ഉലമ നീണ്ട പതിറ്റാണ്ടുകൾ വിത്തർ 11 നിസ്കരിച്ചല്ലേ, ഇടയ്ക്കൊരാഴ്ച ഞാൻ വിത്തർ 11 നിസ്കരിച്ചാലോ എന്ന് വിചാരിച്ചൂടെ? ഈ അടുത്തൊരാൾ എന്നെ കണ്ടപ്പോൾ, ഒരു ഹാജിയാരാ, കുവൈത്തിലായിരുന്നു ദീർഘകാലം. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദ് എന്നെ കാണിച്ചിട്ടാ പറയും, നിങ്ങളുടെ ഉസ്താദ് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിൻ്റെ കൂടെ ഗൾഫിൽ പലപ്പോഴും യാത്ര ചെയ്തിട്ടാണ് ഞാൻ അൽ കഹ്ഫ് സൂറത്ത് കാണാതെ ഓതാ പഠിച്ചത്. എനിക്ക് മനസ്സിലായില്ല എന്താ നിങ്ങൾ പറഞ്ഞത്. ഉസ്താദ് പണ്ട് ഒക്കെ കുവൈത്തിലൊക്കെ വന്നാല് 1 മാസം 1.5 മാസമൊക്കെ നിൽക്കും. അപ്പോൾ ആ കാലത്ത് കലക്ഷനും ദീനി പരിപാടികൾക്കൊക്കെ പോന്നാൽ ഞാൻ സഹയാത്രികനായിട്ട് കാറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 4ഉം 5ഉം വെള്ളിയാഴ്ചയൊക്കെ ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യും. ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച 3 അൽ കഹ്ഫ് ഓതും. ആ യാത്രയിൽ കുവൈത്ത് സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് ഫർവാനിയിലോ ഫഈലിലോ എത്തുമ്പോഴേക്ക് 3 അൽ കഹ്ഫ് തീരും. ഇങ്ങനെ സ്ഥിരം കേട്ടിട്ടാണ് ഞാൻ അൽ കഹ്ഫ് സൂറത്ത് കാണാതെ ഓതാൻ പഠിച്ചത്. ഇന്ന് വെള്ളി അൽ കഹ്ഫ് നമ്മൾ വെറുതെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇന്ന് വെള്ളി. 2ാം കേരള യാത്രയിൽ കൂടെയുണ്ടായിരുന്ന മാളിയേക്കൽ ഉസ്താദ് പറയുന്നുണ്ട്, ആ 2 വെള്ളിയാഴ്ചയും 3 അൽ കഹ്ഫ് ഓതിയിരുന്നു ഉസ്താദ്. ഈ മഹ്ദറത്തുൽ ബദരിയൻ്റെ എല്ലാം പവർ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഒരു മനുഷ്യൻ മാസാന്ത മഹ്ദറത്തുൽ ബദരിയ മിസ്സാക്കൂല. ഒരു മനുഷ്യൻ സർവ ശത്രുക്കളുടെയും ക്രൂരമ്പുകളെയും സർവ കായിരീങ്ങളുടെ ചതിപ്രയോഗങ്ങളെയും സർവ സാഹിര്യങ്ങളുടെ സിഹറിനെയും സർവ കണ്ണേറിനെയും സർവജതികളെയും അതിജയിച്ചിട്ട് നിവർന്നു നിൽക്കാൻ ഉസ്താദിനെ പാകപ്പെടുത്തിയ ജീവിതത്തിലെ കറക്റ്റ് ദിക്റുകൾ സമാഹരിച്ചിട്ട് ഞാൻ അനുഭവിച്ച് വിജയിച്ചതാണ് അനുയായികളെ, ഇതാ നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ഇജാസത്തായി മഹ്ദറത്തുൽ ബദരിയ. അതിന് നമുക്ക് നേരമുണ്ടോ? ജദ്ദിദി സഫീന, കപ്പൽ പുതുക്കൂ, പണിയെടുക്കൂ. ഫഇന്നൽ ബഹ്റ അമീഖ്, കടൽ ആഴമുണ്ട്. ഖിയാമത്ത് നാളിലാണ് കടൽ എന്ന് പറയുന്നത്. ഭയാനകമാണ് അവിടുത്തെ അവസ്ഥകൾ ഓരോന്നും. വളരെ മൈന്യൂട്ടായ വിഷയത്തിൽ വരെ ചോദ്യം ഉണ്ടാവും. ഒന്ന് സിറാത്ത് പാലം, എത്ര 1000 കൊല്ലം സഞ്ചരിക്കണം. മീസാൻ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അവിടെ. 7 ആകാശവും 7 ഭൂമിയിലും വെച്ചാൽ വലിയ ചെമ്പ് പാത്രത്തിൽ കോയനിട്ട ഫീലിംഗേ ഉണ്ടാവുള്ളൂ അവിടെയൊക്കെ.
അത് നടക്കണമെങ്കിൽ അത്യാവശ്യം കയ്യിൽ നമുക്ക് വേണ്ടേ? ഇത് കണ്ടിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു തവണ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ മീസാനൊക്കെ നീ എന്തിനാ വെച്ചത് റബ്ബേ? ആരാണ് ഇതൊക്കെ ഒന്ന് നിറച്ച് വിജയിക്കുന്ന ആളുണ്ടാവുക? ചോദിച്ചു പോയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈസാ നബി ബോധം കെട്ട് വീണു പോയിട്ടുണ്ട് ഈ മീസാൻ കണ്ടിട്ട്. കൂട്ടുകാരെ ആലോചിച്ച് നോക്കിയേ, ഈ മീസാൻ നടക്കണമെങ്കിൽ, ഈ സിറാത്ത് പാലത്തിലൂടെ നടക്കണമെങ്കിൽ സാധാരണ കാലുകൊണ്ട് അത് നടക്കൂല. ഇപ്പൊ ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ഒമാനിലേക്കും യു എയിലേക്കും വിളിക്കാൻ സാധാരണ റീചാർജ് കൊണ്ട് നടക്കോ? ഇല്ലല്ലോ. അപ്പൊ പ്രത്യേകമായി റീചാർജ് ചെയ്യണം, ശരിയല്ലേ? യെസ്. അപ്പോൾ സാധാരണ ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാലത്തിലൂടെ നടക്കുന്ന കാലം കൊണ്ട് അവിടെ നടക്കാൻ പറ്റൂല. പിന്നെന്ത് വേണം? കാലിന് ആത്മീയ റീചാർജ് ചെയ്യണം. വുളു എടുത്തിട്ട് ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്ന കഥകൾ, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നടന്ന കഥകൾ, മയ്യത്തിന്റെ കൂടെ നടന്ന കഥകൾ, സഫാ മറവന്റെ ഇടയിൽ നടന്ന അനുഭവങ്ങൾ, മത്വാഫിലൂടെ നടന്ന അനുഭവങ്ങൾ, അങ്ങനെ കാലിനുണ്ടെങ്കിൽ ആ കാല് സിറാത്ത് പാലത്തിൽ വേഗത്തിൽ യാത്ര ചെയ്യാം. ഇതാ പറയണത്, ജദ്ദിദി സഫീന ഫഇന്നൽ ബഹ്റ അമീഖ്. ഒരർത്ഥം. പിന്നെ ഒരർത്ഥം മാത്രമാണ് റസൂല പറയുന്നെങ്കിൽ പിന്നെ റസൂലുള്ളാഹിന്റെ വാക്കാവോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിരക്കണക്കിന് അർത്ഥങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തേതിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ അർത്ഥം ജദ്ദിദി സഫീന. അതിന്റെ അർത്ഥം നീ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം. ഫഇന്നൽ ബഹ്റ അമീഖ്. നരകം നല്ല ആഴമുള്ളതാണ്, ചെറിയ നരകമൊന്നുമല്ല, ആഴമുള്ളതാണ് നരകം. ഈമാൻ നീ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാൻ പുതുക്കണം എന്ന് പറഞ്ഞാൽ, യുക്തിവാദികൾ ഒരു ഭാഗത്ത് വീഡിയോ ഇട്ടിട്ട് പലതും നിന്നെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും. കോളേജിന്റെ മുറ്റത്ത് പലതും നീ കേട്ടുകൊണ്ടിരിക്കും. ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ ഷിആറിനെയും ഇസ്ലാമിന്റെ ആലിമീങ്ങളെയും ട്രോളിക്കൊണ്ടിരിക്കും. മോനെ നീ പെട്ടുപോകല്ലേ, ഓട്ടയാവും. ഓട്ടയുള്ള കപ്പലുമായിട്ട് പോന്നാൽ ഫഇന്നൽ ബഹ്റ അമീഖ്, നീ മുങ്ങിപ്പോവും. അപ്പോൾ ഈമാൻ പുതുക്കണം. ഈമാൻ എങ്ങനെയാ പുതുക്കുക? ജദ്ദിദു ഈമാനക്കും, നിന്റെ ഈമാനിനെ നീ പുതുക്കണം. എങ്ങനെ? ഈമാൻ പുതുക്കാൻ പ്രധാനമായും 4 കാര്യങ്ങൾ. നമ്മൾ ഈമാൻ ഇങ്ങനെ റീന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1, തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പറയണത്. എന്തിനാ മുഅ്മിനീങ്ങൾ തൗബ ചെയ്യുന്നത്? ഓ ഫാസിഖീങ്ങളെ നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ തൗബ ചെയ്യൂ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരർത്ഥം നിങ്ങൾ തൗബ പുതുക്കിക്കൊണ്ടിരിക്കൂ. മുഅ്മിനായ മനുഷ്യൻ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ള ആശങ്കയും പേടിയും ഉണ്ടായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. മുഅ്മിൻ അല്ലെങ്കിൽ ഒരു തവണ തൗബ ചെയ്താൽ മൂപ്പര് വിചാരിക്കും ആ തൗബ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് തൗബ ചെയ്യുന്നത്? ഉദാഹരണം പറഞ്ഞാൽ, ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തുനിന്ന് പഴം പറിച്ചു തിന്നു. അത് തെറ്റൊന്നുമല്ല. സ്വർഗത്തിൽ എന്ത് തെറ്റ്? സ്വർഗത്തിൽ അങ്ങനെ കുറെ കൺട്രോൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? സ്വർഗത്തിൽ പോയിട്ട് പറയാം 2 ചപ്പാത്തി തിന്നാൻ പറ്റും, ചിക്കൻ പറ്റില്ല, പിന്നെ ഷുഗർ ഉള്ളതാണ് ജ്യൂസ്, പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? അപ്പോൾ പിന്നെ അവിടെ തെറ്റില്ല. തെറ്റും കുറ്റമൊക്കെ ദുനിയാവില്, സ്വർഗത്തിൽ എന്ത് തെറ്റ്? പാവ ആദം നബി അലൈഹി സ്വലാമിന് തോന്നി ഇതെന്തോ ശരിയല്ലാത്ത പരിപാടി ആയിപ്പോയോ. അങ്ങനെ 100 കൊല്ലം ദുനിയാവിൽ വന്നിട്ട് കരഞ്ഞു. എന്തിന്? ഒരു ചെറിയ പഴം തിന്നതിന്. ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, ഞാനാ സ്വർഗത്തില് ആദം നബിയുടെ സ്ഥാനത്തെങ്കിൽ ആ മരവും വേരടക്കം ഒതുക്കിയിട്ടുണ്ടാവും. ആദം നബി പാവം കണ്ടോ, സ്വർഗത്തു നിന്ന് ഒരു സാധനം കിട്ടിയ തിന്നുപോകുമല്ലോ. പക്ഷെ ആദം നബി അലൈഹി സ്വലാം 100 കൊല്ലം കരഞ്ഞു ദുആ ചെയ്തു, ഉറൂഫത്തായി. പിന്നീട് നബിമാർ വന്നു, ഇങ്ങനെ വന്ന് സ്വഹാബിമാർ വന്നു, താബീങ്ങളെത്തി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഖിയാമത്ത് നാളായി. പിന്നെ മഹ്ശറിലേക്ക് ആദം നബി അലൈഹി സ്വലാം എത്തിയിട്ട് ആരെങ്കിലും പോയി ആദം നബീൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊന്ന് ഷഫാഅത്ത് ചെയ്യോ, റെക്കമെൻഡ് ചെയ്യാവോ? ആദം നബി പറയും നഫ്സി നഫ്സി, ആ പഴം ചെറുതേ. അല്ല, പണ്ടപ്പം 100 കൊല്ലം തൗബ ചെയ്തതോ? അതാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. അതേസമയത്ത് നമ്മളങ്ങനല്ല. ഞാൻ 26 തൗബ ചെയ്തതിനല്ല, കിട്ടിയില്ല, അത് നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും. കിട്ടാൻ സാധ്യത കിട്ടും. എല്ലാ തെറ്റും പൊറുപ്പിച്ച മട്ടത്തിലാണ് നമ്മളെ നടത്തം തന്നെ. മഴയൊക്കെ ആയതുകൊണ്ടേ നെറ്റ് കുറച്ച് സ്ലോ.
ജിമെയിലാണ് അയച്ചേക്കുന്നത്. തൗബേ അങ്ങനല്ല, തൗബ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം, തൗബ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളല്ലേ നമ്മൾ? തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈമാൻ വർദ്ധിക്കാൻ, ഈമാൻ പുതുക്കാനുള്ള രണ്ടാമത്തെ കാര്യം തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈമാൻ കൂടിക്കൊണ്ടിരിക്കും. സാദത്തുഹും ഈമാന, ഈമാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഡെയിലി നിശ്ചിത പേജുകൾ വെച്ചിട്ട് ഖുർആൻ ഓതണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തത് ജദ്ദിദു ഈമാനക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്ർ അധികരിപ്പിക്കണം. എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലുന്ന മഹാനാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ മഅദി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ 40,000 തസ്ബീഹ് ഡെയിലി. അവർ വഫാത്തായിട്ട് മയ്യത്ത് കട്ടിൽ കിടത്തിയപ്പോൾ ഓരോ വിരൽ പഴയ അനുഭവത്തിൽ ഇങ്ങനെ അനങ്ങുന്നു. വഫാത്തായിനൊരു അഥവാ നമ്മളെയൊക്കെ അനങ്ങുകയാണെങ്കിൽ കീശയിൽ കേട്ടോക്കാം, മൊബൈൽ എടുത്തോ. ഏയ് അഥവാ സാധ്യത വെച്ച് നോക്കിയാല് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹ് മാല വലിയ തസ്ബീഹ് മാലയാണ്. അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് തസ്ബീഹല്ലോ. ഒരിക്കലും മഹാനവറുകൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി ഒരു ഭാര്യയൊക്കെ കാണിച്ചു കൊടുക്കുക, നോക്കുമോളെ ഞാൻ തസ്ബീഹിൽ നിന്ന് കേട്ട് 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 ശീലായിട്ട് ഈ തസ്ബീഹ് മാലയിലെ മണികൾ തന്നെ ഞാൻ ചൊല്ലുന്ന തസ്ബീഹ് പഠിച്ചു. ഇതാ ഓറിപ്പോൾ ചൊല്ലുന്ന കേട്ടോക്കെ നബദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി എന്ന് പറഞ്ഞ പോലെ ദാ ചൊല്ലുന്ന. യാ അല്ലാഹ്, എന്താണ് ഓരോ തസ്ബീഹ് മാല മതി ഓരോ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ. നമുക്ക് എന്തുണ്ട് കൂട്ടുകാരെ, എന്താ ഉള്ളത്? അപ്പൊ 1 തൗബ, 2 ഖുർആൻ പാരായണം, 3 ദിക്ർ. ഈമാൻ വർദ്ധിക്കാനുള്ള 4ാമത്തെ കാര്യമാണ് ഇൽമു പഠിക്കുക എന്ന് പറയുന്നത്. ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുക, ഇൽമു പഠിക്കുക. ഇങ്ങനെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അള്ളാഹുവിനോടുള്ള ഖൗഫ് കൂടിക്കൊണ്ടിരിക്കും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഏറ്റവും കൂടുതൽ പേടി ആഖിറത്ത് ഓർത്തിട്ടുണ്ടാവുക ഇൽമിൻ്റെ അഹലുകാർക്കായിരിക്കും. അതാണ് ജദ്ദിദി സഫീന ഫഇന്നൽ ബഹറ അമീഖ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു താല്പര്യം.